മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ഹാഫിദ് അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ഹാഫിദ് അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുട്ടിയുടെ മരണം ഇവിടെ നൗഫൽ ഉസ്താദ് പറഞ്ഞില്ലേ? അദ്ദേഹം വലിയ ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. വയസ്സെത്ര? 80 അല്ലല്ലോ, 60 അല്ലല്ലോ, 40 അല്ലല്ലോ, 30 അല്ലല്ലോ, 20 മാത്രം വയസ്സുള്ള ചെറുപ്പക്കാരൻ. എങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലെ ഒരു ഹർഫ് മാത്രം പഠിച്ചവനല്ലല്ലോ, ഒരു ആയത്ത് മാത്രം പഠിച്ചവനല്ലല്ലോ, ഒരു ആയത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ, ഒരു സൂറത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ. ഇങ്ങ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയിട്ട് അങ്ങ് സൂറത്തുൻ നാസ് വരെ 114 സൂറത്ത് ആ ഹാഫിദ് അനസ് പഠിച്ചില്ലേ? അത് മനപ്പാഠമാക്കിയില്ലേ? അത് ദൗർ ചെയ്തില്ലേ? ആ ആയത്തുമായി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കരൾ സംബന്ധമായ രോഗത്തിനടിമപ്പെട്ട് ആഴ്ചയിൽ 2, 3, 4 ഡയാലിസിസ് നടത്തുമ്പോഴും മരുന്ന് കഴിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും പൈപ്പുകൾ മാറ്റുമ്പോഴും രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടുമ്പോഴും ആ കുട്ടി ആയത്ത് രസമായി, ആയത്തുകൾ രസമായി, സൂറത്തുകൾ ഹരമായി, ജുസുകളൊക്കെ വലിയ സന്തോഷമായി ഹാഫിദ് അനസ് കൊണ്ട് നടന്നില്ലേ? ഇന്നലെ മഗ്രിബിന് ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് തഅസിയത്തിന് പോയി. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ ദാറുൽ അശ്ശരിയിൽ പഠിച്ച ഒരു റിളവാൻ ഹിമമി സഖാഫി അശ്ശരിയിൽ എൻ്റെ അടുത്ത് പഠിച്ച വിദ്യാർത്ഥിയാണ്. ആ കുടുംബത്തിനെ ദുആ ചെയ്ത് സമാശ്വസിപ്പിക്കുമ്പോ അവിടുന്ന് കുടുംബങ്ങൾ പറഞ്ഞത് ഹാഫിദ് അനസ് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു, ജീവിതത്തിൽ എനിക്ക് 20 വയസ്സായിട്ടേ ഉള്ളുവെങ്കിലും എന്റെ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ തെറ്റുകൾ വന്നിട്ടുണ്ടാകുമല്ലോ, ഏറെക്കുറോടികൾ വന്നിട്ടുണ്ടാകുമല്ലോ, കുറ്റങ്ങൾ വന്നിട്ടുണ്ടാകുമല്ലോ. ഒരു നിലയിൽ വർഷങ്ങളോളം രോഗവുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എങ്കിലും ബേജാറോടുകൂടെ പറഞ്ഞത്, അങ്ങനെ എന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സുൽത്താനുൽ ഉലമ ഉസ്താദിനെ ഒന്ന് കണ്ടാൽ, അവിടെ നിന്ന് ദ്വാരപ്പിച്ചാൽ, അവിടെ നിന്ന് ദ്വാരന്നാൽ അടുത്ത് നടക്കുന്ന മുഹിമ്മാത്ത് സമ്മേളനത്തിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് വരുമ്പോ എന്നെ കൊണ്ടുപോയാൽ എന്റെ ദോഷങ്ങൾ പൊറുക്കും, എന്റെ ഏറെക്കുറോടികൾ മാപ്പ് ചെയ്യും അല്ലാഹു, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യുമെന്ന് മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് കുടുംബത്തിനോട് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ വീട്ടിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വീട്ടിൽ മാത്രം താമസിക്കുന്ന രൂപത്തിലായിരുന്നു. മരിക്കുന്നതിന്റെ 1 or 2 ദിവസമാണ് ചെറിയ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി എറണാകുളത്ത് പോകുന്നത്, അവിടെ മരണപ്പെടുന്നത്. പക്ഷേ ആ കുട്ടി ഇവിടെ മരണപ്പെടാതെ, ഈ നാട്ടിൽ മരണപ്പെടാതെ, ഖൽബിന്റെ ഉള്ളിലുള്ള ആശയാണ് ഔലിയാക്കളെ ബന്ധമുള്ള, സാലിഹീങ്ങളെ ബന്ധമുള്ള, മഹാന്മാരെ ബന്ധമുള്ള. ഇന്ന് ശരീഅത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ശൈഖ് ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ത്വരീഖത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ശൈഖ് ആരാണെന്ന് ചോദിച്ചാൽ, എല്ലാ ആലിമീങ്ങളും മഹാന്മാരും എല്ലാ ഖൽബിൽ ഇഖ്ലാസോടുകൂടെ നിൽക്കുന്ന മുഅ്മിനീങ്ങളും സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ പേര് പറയുന്നെങ്കിൽ ആ സുൽത്താനുൽ ഉലമ ഉസ്താദ് ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ കണ്ണുനീര് വന്നതാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി മയ്യത്ത് നിസ്കരിക്കുന്നതാണ് കണ്ടത്. അതല്ലേ വലിയ ഭാഗ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മ, മരണം എപ്പോഴാണെന്നറിയില്ല, ബാപ്പമാരെ മരണം എപ്പോഴാണെന്നറിയില്ല. വമൻ നസലത് ബിസാഹതിഹിൽ മനയാ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ.
ഒരു ആകാശത്തിനും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ഒരു ഭൂമിക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ഒരു കോട്യാധിപതിക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ആർക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ. ആ രൂപത്തിൽ മരണം വന്നാൽ